രക്ഷയുടെ പാതയിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഉണ്ണീശോയുടെ കുഞ്ഞുമക്കൾക്ക് സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചു, മിടുക്കര്. എന്ന് നമുക്കിനി പഠിക്കാനായിട്ട് തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്നാ പഠിച്ചേ? പ്രാർത്ഥിക്കുന്ന ഈശോയെക്കുറിച്ച്. എന്നാൽ ഇന്ന് നമ്മൾ 7-ാം പാഠത്തിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഈശോയെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഈശോയെക്കുറിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ആണല്ലേ? എന്നാൽ നമുക്ക് പഠിക്കാം. പഠിക്കുന്നതിന് മുൻപ് നമുക്ക് ഈശോയോടൊന്ന് പ്രാർത്ഥിക്കണ്ടേ? എന്നെല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റ്, എന്നിട്ട് നല്ല മിടുക്കരായി കണ്ണടച്ച് കൈ കൂപ്പി നിന്ന് സിസ്റ്ററിൻ്റെ കൂടെ പ്രാർത്ഥിക്കണേ. ഓക്കെ? ഒറ്റക്കണ്ണൊന്നും തുറന്ന് ആരും നോക്കല്ല കേട്ടോ. ഓക്കെ, കണ്ണടച്ച് കൈ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാവേ. എൻ്റെ പൊന്നീശോയെ, അങ്ങയെ സ്നേഹിക്കുവാനും പിതാവിനെ സ്നേഹിക്കുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനും പപ്പിയെയും മമ്മിയെയും അനുസരിക്കുവാനും സ്നേഹിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ. ആമേൻ. ഇനി എല്ലാവരും കണ്ണു തുറന്നേ. സിസ്റ്റർ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നവർ ആരാന്നറിയാവോ നിങ്ങൾക്ക്? മിടുക്കര്. മെൽബിൻ കുട്ടന് ഉത്തരം പറഞ്ഞു. ശിഷ്യന്മാരല്ലേ? എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു ഈശോയുടെ കൂടെ? 12 ശിഷ്യന്മാർ. നിങ്ങൾ മിടുക്കരാണല്ലോ. ഇതൊക്കെ ആരാ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ? പപ്പയും മമ്മിയും. പപ്പയും മമ്മിയും ഒക്കെ മിടുക്കരാ. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഈ ശിഷ്യന്മാരും ഈശോയും ഉണ്ടല്ലോ, നല്ല കൂട്ടുകാരായിരുന്നേ. അന്നേരം ശിഷ്യന്മാർ ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങളൊക്കെ ഈശോയോട് ചോദിക്കും. അങ്ങനെ ഒരു ദിവസം ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചു, ഈശോയെ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാവോ എന്ന്. അന്നേരം ഈശോ അവരെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. ആ പ്രാർത്ഥന ഏതാണെന്ന് നിങ്ങൾക്കറിയാവോ? മിടുക്കി, അന്നമോള് പറഞ്ഞല്ലോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന അല്ലേ? നിങ്ങൾക്കറിയാവോ ആ പ്രാർത്ഥന? നമുക്ക് ആ പ്രാർത്ഥന ഒന്ന് കേട്ടാലോ? നമ്മുടെ അഗാസിക്കുട്ടൻ ആ പ്രാർത്ഥന ചൊല്ലുന്ന വീഡിയോ നമുക്കൊന്ന് കാണാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. എന്ത് നന്നായിട്ട് ആകാശക്കുട്ടൻ ആ പ്രാർത്ഥന ചൊല്ലിയത് അല്ലേ? നിങ്ങളും ഇങ്ങനെ ആ പ്രാർത്ഥന ചൊല്ലാറുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് അമ്മയോട് ചോദിച്ചിട്ട് നന്നായി ആ പ്രാർത്ഥന ചൊല്ലി പഠിക്കണം. സിസ്റ്ററിൻ്റെ കൂടെ നിങ്ങൾ ആ പ്രാർത്ഥന ഒന്ന് ചൊല്ലാവോ? സിസ്റ്റർ ചൊല്ലിത്തരാം, നിങ്ങൾ സിസ്റ്ററിൻ്റെ കൂടെ ചൊല്ലണം. കൈയൊക്കെ കൂപ്പി പിടിച്ച് ഉണ്ണീശോയുടെ നല്ല കുഞ്ഞുമക്കളായി ഒന്ന് എഴുന്നേറ്റ് നിന്ന് ആ പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ഈ പ്രാർത്ഥനയാണ് ഈശോ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അത് നമ്മൾ കേട്ടു അല്ലേ? ഈ പ്രാർത്ഥന ആരോടാ നമ്മൾ ചൊല്ലുന്നേ? നമ്മുടെ സ്വർഗീയ അപ്പച്ചനോട്. ആരാ നമ്മുടെ സ്വർഗീയ അപ്പച്ചൻ? അറിയാവോ നിങ്ങൾക്ക്? സിസ്റ്റർ പറഞ്ഞുതരാം. പിതാവായ ദൈവം. നിങ്ങൾ പിതാവായ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? പിതാവായ ദൈവം നമ്മുടെ ഈശോയെ പോലെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ പിതാവായ ദൈവത്തോട് ഒത്തിരി സ്നേഹത്തോടെ ഈ പ്രാർത്ഥന ചൊല്ലണം. നേരത്തെ സിസ്റ്റർ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഒരു പേര് പറഞ്ഞില്ലേ പിതാവായ ദൈവത്തെ പറ്റി? ആ പേര് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ആഷ്നക്കുട്ടി പറഞ്ഞു അല്ലേ? സ്വർഗീയ അപ്പച്ചൻ. നിങ്ങളൊന്ന് വിളിച്ചേ, ഉറക്കെ വിളിക്കണം. എങ്ങനെയാ വിളിക്കണ്ടേ? സ്വർഗീയ അപ്പച്ചാന്ന്. ഒന്ന് വിളിക്കാവോ എല്ലാവരും കൂടെ ഒരുമിച്ച്?
ആ മിടുക്കര്, ഒന്നുകൂടെ വിളിച്ചേ. മിടുക്കര്, ഇനി ഇച്ചിരിയും കൂടെ സ്വരത്തില്. ഓക്കേ, ഇനി ഒന്നുകൂടെ അങ്ങ് സ്വർഗത്തിൽ കേൾക്കുന്ന പോലെ വിളിച്ചേ. മിടുക്കര്. ഇപ്പൊ സ്വർഗീയ അപ്പച്ചന് എന്ത് സന്തോഷമായിട്ടുണ്ടാവും അറിയാവോ? ഇന്ന് വീട്ടില് കുരിശ് വരയ്ക്കുമ്പോൾ ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലണം. സ്വർഗീയ അപ്പച്ചനോട് നിങ്ങൾ ഇപ്പോൾ ചൊല്ലിയ പ്രാർത്ഥന വീട്ടിൽ കുരിശ് വരയ്ക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കണം. അപ്പയുടെയും അമ്മയുടെയും കൂടെ ഇരുന്ന് കണ്ണൊക്കെ അടച്ച് കൈയൊക്കെ കൂപ്പി പിടിച്ച് നല്ല പിള്ളേരായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ. എന്നാൽ നമുക്കിനി ഒന്ന് പ്രാർത്ഥിച്ചാലോ? ഈശോയുടെ കുഞ്ഞുമക്കൾ എപ്പോഴും ഈശോയോട് പ്രാർത്ഥിക്കണം. നല്ല കുഞ്ഞുങ്ങളായി നന്ദിയോടെ പ്രാർത്ഥിക്കണം. ഓക്കെ, അപ്പം നമുക്ക് കണ്ണടച്ച് കൈകൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പൊന്നി ഈശോയെ, ഇന്നത്തെ ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറയുവാനും പ്രാർത്ഥിക്കുവാനും പഠിക്കുവാനുമൊക്കെ ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പപ്പയെയും മമ്മിയെയും അനുസരിക്കുവാനും മുതിർന്നവരെ ബഹുമാനിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. സ്വർഗത്തിലിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ആമീൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഒന്നുകൂടി ഉറക്കെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.